പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ലൈവിലായിരിക്കുന്ന ഏവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. വോയിസ് ഓഫ് സ്തുതി എന്ന ഈ ഫേസ്ബുക്ക് പേജിന്റെ 36ാമത് ഓൺലൈൻ കൺവെൻഷന്റെ 18ാമത്തെ ദിവസം നിങ്ങളോടൊപ്പം വചനവുമായി നിൽക്കുന്നതിനായി ദൈവം നൽകിത്തനായ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാൽ കഴിഞ്ഞ 17 ദിവസങ്ങളും വചനങ്ങൾ കേൾക്കുന്നതിനും ദൈവ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായ വളർച്ചകൾ, ആത്മീയ വളർച്ചകൾ പ്രാപിക്കുന്നതിനുമൊക്കെ ദൈവം നമ്മെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് 18ാമത്തെ ദിവസത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഞാൻ എന്നെ ഈ വചന ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച പ്രിയ സഹോദരൻ ഷൈജുവിനോടുള്ള നന്ദിയും കടപ്പാടിനെ അറിയിക്കുന്നു. പ്രിയ കുടുംബം, ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും ഏറ്റവും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന കുടുംബങ്ങളിലൊന്നാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് കേൾക്കുന്നതായ വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നത് കൊണ്ടായില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീരണം. നിങ്ങൾ സത്യം അറിയിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം കേൾക്കുന്ന സത്യങ്ങൾ, തിരുവചനത്തിലുള്ളതായ മർമ്മങ്ങൾ, അത് ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ അതിനായി ദൈവം നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നൽകി തന്നതായ അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനാൽ സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ 17 ദിവസങ്ങളിലും 36ാമത് ഓൺലൈൻ കൺവെൻഷനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സഹായിച്ചതിനാൽ സ്തോത്രം. നൽകി തന്നതായ എല്ലാ തിരുവചനങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവമേ, ശുശ്രൂഷിച്ചതായ എല്ലാ ശുശ്രൂഷകരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിനെ കുറിച്ച് ചിലത് കൂടെ പ്രാപിപ്പാൻ, ദൈവത്തിനെ കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ കൂടെ പ്രാപിപ്പാൻ, ദൈവത്തിൽ നിന്നും ചിലത് കേൾപ്പാൻ, ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ഞങ്ങൾ അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ ലൈവിൽ എന്നെ കാണുന്നതായ എല്ലാ സഹോദരങ്ങളെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടെ പ്രിയ കർത്തദാസിനോടുള്ള നന്ദിയും കടപ്പാടിനെയും കുടുംബത്തോടുള്ള നന്ദിയും കടപ്പാടിനെയും ഞാൻ അറിയിക്കട്ടെ. ഇന്ന് വചന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം പലപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ പതറിപ്പോകുന്നത്, കലങ്ങിപ്പോകുന്നത്, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ തളർന്നു പോകുന്നത് നാം നമ്മുടെ ദൈവത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ദൈവം ആരാണ്, നമ്മുടെ ദൈവം എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ദൈവത്തിന് നമുക്കും തമ്മിലുള്ള ബന്ധത്തിൽ, ദൈവത്തിന് നമ്മോടുള്ള ആ വ്യക്തിപരമായ ബന്ധവുമായി ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 സങ്കീർത്തനം, 24 വചനങ്ങളുള്ള അല്പം ദീർഘമായ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് എഴുതപ്പെട്ടത് ആരാണ് എഴുതിയതെന്ന് അതിന്റെ തലക്കെട്ടിൽ തന്നെ പേര് കൊടുത്തിട്ട് ദാവീദാണ് എഴുതിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് സാധാരണ ദാവീദിന്റെ സങ്കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒട്ടനവധി കാര്യങ്ങൾ ദാവീദ് തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് എഴുതിയിട്ടുള്ളത്. ദാവീദ് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും താൻ എഴുതിയിട്ടുള്ള തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയും തന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് ബന്ധപ്പെടുത്തിയുമാണ്. ദാവീദ് നമുക്കറിയാം, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാട്ടിടയനായി ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളും ത്യാഗങ്ങളും വേദനകളും തിരസ്കരണങ്ങളും ഒക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അതായത് ഇന്ന് എന്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കാഴ്ചക്കാരായിരിക്കുന്ന, അല്ലെങ്കിൽ നാളെ കേൾക്കുവാൻ പോകുന്ന നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവം ആര് എന്ന് തന്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ദാവീദിന്റെ സങ്കീർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചക്കാർ അല്ലെങ്കിൽ വായനക്കാർ ഏറ്റവും അധികം വായിക്കുന്നതിനും ആശ്വസിക്കുന്നതിനുമൊക്കെ അധികം സമയം കണ്ടെത്തുന്ന ആ സങ്കീർത്തന ഭാഗങ്ങളാണ് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. മിക്കവാറും പേരുടെ കൈകളിലുള്ള വേദപുസ്തകം നോക്കുമ്പോഴത്തേക്ക് പഴയ വേദപുസ്തകമാണ് എങ്കിൽ അത് സങ്കീർത്തന ഭാഗം മാത്രം ഇങ്ങനെ തള്ളി നിൽക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ താരതമ്യം ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള എഴുത്തുകളും പ്രാർത്ഥനകളും അതുപോലെ വെളിപ്പാടുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ദാവീദിന്റെ സങ്കീർത്തനം എന്നുള്ളത് കൊണ്ടാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി 139 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ദാവീദ് തന്റെ കഷ്ടതകളെ കുറിച്ച് പറയുന്നതിന് പകരം ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ദാവീദ് അത് ആ സങ്കീർത്തനം എഴുതി വരികയാണ്. തീർച്ചയായിട്ടും അതിന്റെ അവസാന ഭാഗങ്ങളിലും ഇടയ്ക്ക് ചില ഭാഗങ്ങളിലുമൊക്കെ ദാവീദ് ഇൻഡയറക്റ്റ് ആയിട്ട് തന്റെ കഷ്ടതകളെയൊക്കെ പരാമർശിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ സങ്കീർത്തനത്തിൽ മുഴച്ചു നിൽക്കുന്നതായ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എന്റെ ദൈവം ആരാണ് എന്നോടുള്ള ബന്ധത്തിൽ. ഇന്ന് എന്റെ കേൾവിക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് നാം ചെയ്യുവാൻ പോകുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദാവീദിനെ പോലുള്ള കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മെ ബലപ്പെടുത്തി നിർത്തുന്ന ഒരു ഏക കാര്യം അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര വലിയ കഷ്ടതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനത്തിന് പല ഭാഗങ്ങളായി പല വീക്ഷണ കോണുകളിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എന്റെ ദൈവവുമായിട്ട്, ദൈവവും ഒരു ഭക്തനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ രീതിയിലായിരിക്കും ഈ സങ്കീർത്തന്റെ വിഭജനവും അതിന്റെ പഠനവും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം 139 സങ്കീർത്തനത്തില് ആദ്യത്തെ 6 വചന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം ഒരു ഭക്തനെ നന്നായി അറിയുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഒരു ഭക്തനെ നന്നായി അറിയുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ നാം ചോദിക്കാറുണ്ട്, കർത്താവേ, എന്റെ ജീവിതത്തിലെ കഷ്ടതകളെയൊന്നും നീ അറിയുന്നില്ലയോ? എന്റെ ജീവിതത്തിലെ കണ്ണുനീരിനെ നീ അറിയുന്നില്ലയോ? നെടുവീർപ്പുകളെ നീ അറിയുന്നില്ലയോ? അനുഗ്രഹങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നാം പറയാറുണ്ട്, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, ദൈവം ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ ചില അനുഗ്രഹങ്ങൾ തന്നു എന്നൊക്കെ പൊതുവെ നാം അങ്ങനെ പറയുന്നവരാണ്. പക്ഷേ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി വരാതെ ഇരിക്കുമ്പോഴത്തേക്ക് നാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, നീ എന്നെ കേൾക്കുന്നുണ്ടോ? നീ എന്നെ കാണുന്നുണ്ടോ? എന്റെ സാഹചര്യത്തെ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തിപരമായി ദൈവം ഒരു ഭക്തനെ അറിയുന്നു എന്ന് ദാവീദ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ദാവീദ് പറയുകയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അറിവെന്ന് പറയുന്നത് വളരെ ഇന്റിമേറ്റ് ആണ്, വളരെ പേഴ്സണൽ ആണ്, വളരെ വ്യക്തിപരമാണ്, വളരെ അടുത്തിരിക്കുന്നതാണ്, ഏറ്റവും ചേർന്നിരിക്കുന്നതാണ്, ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് അവിടെ ദാവീദ് പറഞ്ഞു വെക്കുകയാണ് ആദ്യത്തെ 6 വചനങ്ങളിലൂടെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ്? ആ ഭക്തനെ സംബന്ധിച്ച് ദാവീദ് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നത് ദൈവം അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് ദൈവം അറിയുന്നു. അതുപോലെ തന്നെ പറയുന്നത് എന്റെ നിരൂപണങ്ങൾ ദൈവം അറിയുന്നു, എന്റെ വഴികൾ ദൈവം അറിയുന്നു, അതുപോലെ എന്റെ വാക്കുകളും ദൈവം അറിയുന്നു എന്ന് അറിവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറയുകയാണ്. ദൈവശാസ്ത്രപരമായി പഠിച്ചിട്ടുള്ള വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേകതകൾ, ദൈവത്തിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിൽ ഒന്നാമതായി പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഒംനീഷ്യന്റ് ഗോഡ്. ദൈവം സർവജ്ഞാനിയായ ദൈവം. ദൈവത്തിന് അറിവില്ലാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദൈവം ഒംനീഷ്യന്റ് ഗോഡ്, സർവജ്ഞാനിയായ ദൈവമാണ് എന്ന് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും എഴുതി വച്ചിരിക്കുമ്പോൾ, ദൈവത്തിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അറിവിന് അതിരുകളില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ബുദ്ധിശക്തിക്ക് അതിരുകളില്ല എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനത്തിന് അതിരുകളില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ,
പറയുമ്പോൾ ഇവിടെ ഭക്തനോടുള്ള ബന്ധത്തിൽ, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ ഇരിക്കുന്നത് ദൈവം അറിയുന്നുണ്ട്, എന്റെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ദൈവം അറിയുന്നുണ്ട്. അതായത് ഞാൻ ഇരിക്കുന്ന ആ പ്രവൃത്തി അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്നു, എന്റെ ചിന്തകൾ, എന്റെ നിരൂപണങ്ങൾ അറിയുന്നു, ദൈവം എന്റെ വഴികൾ അറിയുന്നു, മാത്രമല്ല എന്റെ വാക്കുകളും ദൈവം അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് ചില ഭക്തന്മാരെ സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ ഇരിക്കരുത്, ചില സ്ഥലങ്ങളിലേക്ക് പോകരുത്, ചില സ്ഥലങ്ങളിൽ ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുവാൻ നിൽക്കരുതെന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്ത് 4 ആൾ കൂടുന്നിടത്തെല്ലാം തിരിഞ്ഞു നിന്ന് സംസാരിക്കുവാനുള്ള അനുവാദം അവനില്ല. കാരണം അവന്റെ സകല മേഖലകളും, അവന്റെ വ്യക്തിപരമായുള്ള സകല പ്രവൃത്തികളും ദൈവം അറിയുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധനായ ദൈവം നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നാം ആ വഴികളിലൂടെ പോകുമ്പോൾ, ചിലരുടെ കൂട്ടുകെട്ടുകളിലായിരിക്കുമ്പോൾ, ചിലരോടുകൂടെ ചേർന്നായിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറുവശത്ത് നാം ആശ്വസിക്കുവാൻ നമുക്ക് വകയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന വഴികളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ഞാൻ ഇരിക്കുന്ന വ്യക്തികൾ, എന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികൾ, ഞാൻ ഇരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുടുക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം എന്റെ ദൈവം നന്നായി അറിയുന്നുണ്ട്. അപ്പൊ ഒന്നാമതായി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയത്, വ്യക്തിപരമായി ഒംനീഷ്യന്റ് ആയിരിക്കുന്ന ദൈവം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ കുറിച്ചും കൃത്യമായ അറിവുള്ളവനായ ദൈവത്തെ കുറിച്ച് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക്, അങ്ങനെ ഒരു വ്യക്തിപരമായ ആ ചിന്തയിലേക്ക് കയറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്തകളെയൊക്കെ ദൈവം അറിയുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നത്, എന്ത് ഉടുക്കും എന്ത് തിന്നുമെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും അറിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമല്ല, നമ്മുടെ സങ്കടകരമായ നിമിഷങ്ങൾ, നമ്മുടെ ആകുലതകൾ, ഉത്കണ്ഠകൾ, ഇതെല്ലാം ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം, ദൈവസന്നിധി ദൈവത്തോട് കരയാം, കർത്താവ് ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന്. പക്ഷേ അത് വിചാരപ്പെട്ടുകൊണ്ട്, അതായത് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ കളയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ വേദപുസ്തകം വിലക്കുന്നതായി, ഒരു പരിധിവരെ തടയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർത്താവ് ഗെത്ശമനയിൽ ചെന്ന് ചെയ്തതുപോലുള്ള ഘട്ടങ്ങളിലൂടെ നാം കടന്നുപോയേക്കെ, എങ്കിലും പൊതുവായി നാം സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവം, നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതേ കരുതലുകൾ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അത് അനുഭവിച്ചെടുപ്പാൻ, പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒംനീഷ്യന്റ് ഗോഡാണ്. അതൊരു ഭക്തനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ ബന്ധമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ പേഴ്സണൽ ആണ്, വളരെ ഇന്റിമേറ്റ് ആയ ബന്ധമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 8 മുതലുള്ള ഭാഗം നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക്, 7 മുതൽ 12 വരെയുള്ള ഭാഗം പഠിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒമ്നി പ്രസന്റ് ഗോഡ് എന്നാണ്. ദൈവം എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കുന്ന, സന്നിഹിതനായിരിക്കുന്ന ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാ സ്ഥാനങ്ങളിലും നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുദാഹരണമായി അവിടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളെ കുറിച്ച്, ജോഗ്രഫിക്കൽ റീജിയൻസും ആകാം ഒരു പരിധിവരെ, അങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായി അവിടെ പറഞ്ഞിരിക്കുന്ന 8-ാം വചനത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക്, സ്വർഗത്തിലേക്ക് കയറിയാൽ നീ അവിടെ ഉണ്ട്. 2, ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങി, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് ഞാൻ ചെന്നു കഴിഞ്ഞാൽ, 9-ാം വചനത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക്, സമുദ്രത്തിന്റെ അറ്റത്തേക്ക് ഞാൻ ചെന്നു കഴിഞ്ഞാൽ അവിടെയും നീയുണ്ട്, ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് പ്രപഞ്ചത്തിലുള്ള ഒരു 3-4 പോയിന്റുകൾ, മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കും
ഇല്ലാത്ത ഒരു 3-4 പോയിന്റുകൾ, 3-4 ലൊക്കേഷൻസ്, അതായത് മാനുഷികമായി എത്തിപ്പെടാൻ കഴിയാത്തതായ സ്ഥലങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ട് പറയുകയാണ്, അവിടെയും നിന്റെ കൈ എന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം എന്റെ മേലുണ്ട്. സ്വർഗത്തിലുണ്ട്, പാതാളത്തിലുണ്ട്, സമുദ്രത്തിന്റെ അറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് മാനുഷികമായി സമുദ്രത്തിന് അറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അലങ്കാര ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അലങ്കാര ഭാഷയാണ്. ആ അലങ്കാര ഭാഷയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് റീച്ച് ചെയ്യുവാൻ, എത്തിച്ചേരുവാൻ കഴിയുന്ന അങ്ങേ അറ്റത്തെ സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയാൽ പോലും അവിടെയും നീ എന്നോട് കൂടെയുണ്ട്. അടുത്ത തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് ഇത് ഒരു ഫിസിക്കൽ റീച്ച്, ഒരു ഭൗതിക തലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. 9-ാം വചനത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നു. ചില സമയത്തൊക്കെ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നതിനായൊക്കെ വിളിക്കുന്ന സഹോദരങ്ങൾ പറയാറുണ്ട്, സിസ്റ്ററെ ഇത്ര വർഷമായി ഞാൻ ഇരുട്ടിൽ തപ്പുകയാണ്, ഇത്ര വർഷമായി എന്റെ ഇന്ന വിഷയത്തോടുള്ള ബന്ധത്തില് ഞാൻ ഇരുട്ടിൽ തപ്പുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, എന്താണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ നീക്കണമെന്നറിയില്ല. എനിക്ക് അവരോട് പറയാനുള്ള ഒരൊറ്റ ആശ്വാസ കാര്യം എന്ന് പറയുന്നത്, ആ ഇരുട്ടിനകത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ടൊന്നും കാണുവാൻ കഴിയുന്നില്ല എന്ന്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ അത് സമ്മതിച്ചു തരുന്നു. അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ആ ഇരുട്ടിനകത്ത് നിങ്ങളെ കാണുന്നവനായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങൾ ആ ഇരുട്ടിനകത്ത് ആയിരിക്കുന്ന സമയത്ത് ആ ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുന്നു, ആ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ആ ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ശേഷിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദാവീദ് പറയുകയാണ്. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ആപ്റ്റാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അതായത് ദാവീദ് തന്റെ ജീവിതം എന്താകുമെന്ന് അറിയില്ല എന്നുള്ള സ്ഥിതിയിൽ കാട്ടിനകത്തായിരിക്കുമ്പോഴാണ് അഭിഷേകം ചെയ്യപ്പെട്ടത്. അഭിഷേകം ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് യഹോവയായ ദൈവത്തിന്റെ അഭിഷേക തൈലമാണ് വീണിരിക്കുന്നത്. യഹോവ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുദപിക്കുന്ന ദൈവമല്ല. യഹോവ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കാര്യം നടന്നിരിക്കും. അത് തടസ്സപ്പെടുത്തുവാൻ മനുഷ്യനോ പിശാചിനോ സാധിക്കില്ല. ഇതറിയാവുന്ന ഒരു യഹൂദ പശ്ചാത്തലത്തിൽ വളർന്നവനായ ദാവീദ് വളരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, വളരെ വലിയൊരു വിഷയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്കാണ് ഞാൻ കയറുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നങ്ങൾ വരികയില്ല, ഞാൻ വളരെ ഈസിയായി ഒരുപക്ഷെ ഞാൻ ആ രാജസിംഹാസനത്തിലേക്ക് കടന്നു കയറും എന്ന് ദാവീദ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദാവീദിനോടുള്ള ബന്ധത്തിൽ ആ പ്രവചന ശബ്ദം ഒരിക്കലും നിവൃത്തിയാകുകയില്ല എന്ന് തോന്നുമാറ് വളരെയധികം കഷ്ടതയിലൂടെ അഭിഷേകത്തിൽ വന്നതിന് ശേഷം ദാവീദ് നടത്തപ്പെടുകയുണ്ടായി. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പല ഭാഗങ്ങളിലും നാം നോക്കുമ്പോഴത്തേക്ക് കാണുവാൻ സാധിക്കുന്നത് ദാവീദിന് ഭക്ഷണമില്ലായിരുന്നു, ദാവീദിന് ഉറക്കമില്ലായിരുന്നു. എന്നാൽ തള്ളിക്കളയപ്പെട്ടവനായ ശൗലിന് സൈന്യമുണ്ട്, ഭക്ഷണമുണ്ട്, ഉറക്കമുണ്ട്, ആവശ്യത്തിന് വിശ്രമമുണ്ട്. താൻ അനാവശ്യമായിട്ട് ദാവീദിന്റെ പുറകിൽ നടക്കുന്നതിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക തൈലം തന്റെ തലയിൽ വീണതിന് ശേഷം, ദൈവിക പദ്ധതി തന്റെ മേൽ അനൗൺസ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു വിശ്രമവുമില്ലാതെ ഇരുട്ടിലായതുപോലെ ഉണ്ടായിരുന്ന സമാധാനവും നഷ്ടപ്പെട്ടു എന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ഒരു തല ദീർഘവർഷങ്ങൾ വെളിപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ആ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായിരുന്ന ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. തക്ക സമയമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത അതേ ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങളുടെ സഹോദരിയെ, ഞങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച്, എന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതും ഇന്ന് നിറവേറുവാൻ കഴിയാത്ത ഘട്ടത്തിലായിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇരുട്ടിലായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് വാഗ്ദത്തത്തിന്റെ നിവൃത്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളോടുകൂടെ ആ ഇരുട്ടിലായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവം. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് മരണനിഴലിൻ താഴ്വരയിലും അവൻ കൂടെ ഇരിക്കുന്നവനാ എന്നാണ്. ഈ ഭാഗം 7 മുതൽ 12 വരെയുള്ള ഭാഗം നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും
നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ ചുറ്റി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ്. ഒമ്നി പ്രസന്റ് ഗോഡ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാല് ഒരു ഭക്തനാണോ നിങ്ങൾക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കപ്പെടും. വചനത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഭക്തനെതിരെ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വ്യക്തിക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നത്. എല്ലാ പദ്ധതികളും പിശാച് മാനുഷിക തലങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്കെതിരെ ഉയർന്നേക്ക്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞത് അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. ദൈവം നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നുകൊള്ളും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതിയാകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു, പാതാളത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു, സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നാൽ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ 11-16 വചന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്റെ അസ്ഥികൂടം ദൈവത്തിന് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. എവിടെയാ പിണ്ടാകാരമായിരുന്നേ? ആ അമ്മയുടെ ഉദരത്തിലായിരുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആരും കണ്ടിട്ടില്ല. നഗ്നനേത്രങ്ങളിൽ മനുഷ്യൻ ആരും നമ്മെ കണ്ടിട്ടില്ല. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ മനുഷ്യരാരും കണ്ടിട്ടില്ല. ആണോ പെണ്ണോ എന്നറിയത്തില്ല. ആ കുഞ്ഞിന്റെ നിറം എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അത് അപ്പനെ പോലിരിക്കുമോ, അപ്പച്ചനെ പോലിരിക്കുമോ, അമ്മയെ പോലിരിക്കുമോ, അമ്മമ്മയെ പോലിരിക്കുമോ, ഒന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് ആ കുഞ്ഞിനെ കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള അറിവില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ, മനുഷ്യനെ എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു വിധത്തിലുമുള്ള അറിവില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലും ഈ ദൈവം എന്നെ കണ്ടിരുന്നു എന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിഞ്ഞേക്കും, നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കൾ പലരുണ്ട്, എന്റെ ബന്ധുജനങ്ങൾ പലരുണ്ട്, അവരെല്ലാം എന്റെ കൂടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ എന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ കണ്ണടച്ചു നിൽക്കുകയാണ്. അവരെന്നെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാം ഓർക്കേണ്ടത്, നമ്മെ മനുഷ്യർ ആരും കാണാത്തതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യർ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ വളരെ നിസ്സഹായരായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിൽ ഇന്നും വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിന്റെ വളർച്ചയെ സംബന്ധിച്ച് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സഹായിക്കുവാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എന്റെ രണ്ടാമത്തെ കുഞ്ഞ്, അവളെ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായി ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ പരിശോധനകളും ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അറിയുന്നത് ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു എന്ന്. അതുവരെ ഉള്ള ടെസ്റ്റുകളിലോ കാര്യങ്ങളിലോ ഒന്നും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ കൃപയാൽ 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അത് പ്രാർത്ഥനയിലൂടെ സൗഖ്യമാകുന്നത് ഞാൻ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ ഞാൻ പറഞ്ഞതുപോലുള്ള എക്സ്പീരിയൻസ്, വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, സഹായിക്കുവാൻ കഴിയാത്ത ആ അവസ്ഥകളിൽ ഇരിക്കുന്ന ആ അസ്ഥികൂടത്തെ നോക്കി ദാവീദ് പറയുകയാണ്, പിണ്ണാകാരമായിരിക്കുന്ന ആ അവസ്ഥയിലും ദൈവം നിന്നെ കാണുന്നു എന്ന്. അതിനേക്കാളൊക്കെ ഒരുപാട് നല്ല അവസ്ഥയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വയം സഹായിക്കുവാൻ കഴിയും, സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്നത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ നാവെടുത്ത്, യേശുവേ എന്റെ അവസ്ഥ ഇന്നതാണ്, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുക. യേശുവേ എന്റെ അവസ്ഥ ഇന്നതാണ്, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, ഈ അവസ്ഥയെ മാറ്റുവാൻ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. യേശു രോഗസൗഖ്യം നൽകുന്നവനാണ്, യേശു വിടുതലുകളെ നൽകുന്നവനാണ്. ഇത് നിങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കാതുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ നാവ് ചലിക്കുന്നുണ്ട് എങ്കിൽ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന ഉയർത്തുവാൻ കഴിയുന്നു എങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെക്കുറിച്ച് കണ്ടിരുന്നവനായ ദൈവം, നിങ്ങളെക്കുറിച്ച് പദ്ധതികൾ ഉണ്ടാക്കിയിരുന്നവനായ ദൈവം, ആ ദൈവം നിങ്ങളെ സഹായിപ്പാൻ തക്കവണ്ണം ഇറങ്ങി വരും. ആ ദൈവത്തിന്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം പിണ്ടാകാരമായിരുന്നാൽ പോലും, അമ്മയുടെ ഉദരത്തിനകത്തായിരുന്നാൽ പോലും, ആരും സഹായിപ്പാൻ കഴിയാത്തതായ അവസ്ഥയിലായിരുന്നാൽ പോലും, നമ്മെ സറൗണ്ട് ചെയ്ത് നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി
വരുന്ന ദൈവത്തെ കുറിച്ചാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒംനിപൊട്ടന്റ് ഗോഡ്, സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് 7 മുതൽ 12 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ അവസ്ഥകളിൽ സ്വർഗത്തിൽ കയറുമ്പോഴത്തേക്ക് അത് മനുഷ്യൻ സഹായിപ്പാൻ കഴിയാത്ത ഒരു തല, പാതാളത്തിൽ കിടക്ക വിളിക്കുന്ന അവസ്ഥ, അത് ദുഃഖത്തിന്റെയും വേദനയുടെയും കഷ്ടതയുടെയും തിരസ്കരണത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് പാതാളം എന്ന് പറയുന്നത്. ഈവൻ ദൈവ സാന്നിധ്യം പോലും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് പാതാളം എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലും സങ്കീർത്തനക്കാരൻ ഉറപ്പിച്ചു പറയാൻ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ, പക്ഷെ നിങ്ങളോടുകൂടെ ദൈവമുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യനെ മാനുഷികമായി എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിയുന്ന ഏറ്റവും അങ്ങേ അറ്റത്തുള്ള സ്ഥലമാണ് സമുദ്രത്തിന്റെ അറ്റം എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെ കുറിച്ചും പറയുകയാണ്, അവിടെയും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇനി മാനുഷികമായി ഒളിച്ചിരിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അടിമപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇരുട്ടാണ്. പെട്ടെന്ന് ഒരു മനുഷ്യന് സ്വന്തം വീട്ടിലാണെങ്കിൽ ഒരു പക്ഷേ ഇരുട്ടിനെ ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യുവാൻ പറ്റും. പക്ഷേ ഒട്ടും ചലിക്കുവാൻ കഴിയാതെ, അങ്ങോട്ട് അനങ്ങുവാൻ കഴിയാതെ, എന്താണ് നടക്കുന്നത് ചുറ്റുമെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, മുന്നോട്ടുള്ള ഒരു വഴികളെയും കണ്ടുപിടിക്കുവാൻ കഴിയാതെയുള്ള ഇരുട്ടിലായി പോയാലും അവിടെയും പറയുന്നു ഓംനിപൊട്ടന്റ് ഗോഡ്, സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് ഞാൻ കേൾക്കുന്നത്. എന്റെ അവസ്ഥയിൽ ഒരുപക്ഷെ എന്റെ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്ന ഘട്ടങ്ങളിൽ ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വിടുവിക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. ഒരുപക്ഷെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിൽ എന്നെ സഹായിക്കുവാൻ ഒരു വ്യക്തിക്കും കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു ഒന്ന് ഏറ്റു പറയുവാൻ കഴിയുമോ? സർവശക്തനാണ് അങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്നെ സഹായിക്കുവാൻ സർവശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങ് എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ വചന ചിന്തയിലായിരിക്കാം ഈ ദിവസങ്ങളിൽ വലിയ വിടുതൽ ലഭിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശോധന ചെയ്യുന്ന ദൈവത്തെ കുറിച്ചാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്നെ അറിയുന്ന ദൈവത്തെ കുറിച്ചാണ്. രണ്ടാമതായി നമ്മൾ പഠിച്ചത് എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം, എന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവത്തെ കുറിച്ചാണ്. മൂന്നാമതായി ആ സങ്കീർത്തനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്നെ ശോധന ചെയ്യുന്ന ദൈവത്തെ കുറിച്ചാണ്. അതിന്റെ 1-ാം വചനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, എന്റെ നടപ്പിനെ ശോധന ചെയ്യുന്നു, എന്റെ കിടപ്പിനെ ശോധന ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, വചന കേൾവിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഏത് വഴിയിൽ നടക്കുന്നു? ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആണോ ഞാൻ ആയിരിക്കുന്നത്? ദൈവവചനം എന്റെ ഉള്ളിൽ ഉണ്ടോ? ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ടോ? തെറ്റായ വഴികളിലൂടെ നമ്മുടെ കാലുകൾ ചലിക്കുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. അത് ശരിയല്ല. എന്നാൽ എന്നേക്കും ഇടപെടുകയല്ല. കാരണം വചനം അറിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ, ദൈവത്തെ രുചിച്ചറിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ പരിധികൾ ലംഘിച്ചു പോകുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് സൈലന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയുടെ കർത്താവെ, എന്നെ ശോധന ചെയ്യുമ്പോഴത്തേക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ദൈവഹിതമില്ലാത്തത് ഉണ്ടോ എന്നൊന്ന് ശോധന ചെയ്യണമേ, അതിനെല്ലാം നീക്കിക്കളയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നാം ദൈവസന്നിധിയെ തയ്യാറാകണം. എന്റെ കിടപ്പിനെ ശോധന ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ശ്രദ്ധ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. യാക്കോബ് തന്റെ ജീവിതത്തിൽ തന്റെ കൂടാരത്തിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ട് ഇസഹാക്കിന്റെ കൂടാരത്തിനകത്ത് യാക്കോബിന് യഹോവയായ ദൈവം സുപരിചിതനാണ്. തന്റെ പിതാവ് ആരാധിക്കുന്ന ദൈവം, തന്റെ പിതാവ് വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, പിതാക്കന്മാരുടെ ദൈവത്തെ കുറിച്ച് യാക്കോബിന് നന്നായിട്ട് അറിയാം. പക്ഷേ യാക്കോബ് കടന്നു പോകുന്ന വഴിയിലെ ദൈവത്തെ കുറിച്ച് യാക്കോബ് ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തന്റെ മാതാപിതാക്കളെ കാണുകയില്ല, സഹോദരനെ കണ്ടുമുട്ടാൻ ഇടയാകരുത് എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്നേക്കുമായി ആ ദേശത്തെ വിട്ടുപോകുന്ന ഒരു നിലവാരമായിരിക്കാം ഒരുപക്ഷെ യാക്കോബിന് ആ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി നമുക്ക് കാണുവാൻ കഴിയുന്നതായ ആ ഭാഗം എന്ന് പറയുന്നത്, യാക്കോബ് കിടന്ന് ഉറങ്ങുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്തിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ
വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം യാക്കോബ് കിടന്നു ഉറങ്ങുന്നത് വരെ ദൈവം കാത്തിരുന്നു. യാക്കോബ് കിടന്നു കഴിഞ്ഞപ്പോൾ, ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ആത്മമണ്ഡലം തുറക്കപ്പെടുകയാണ്. ആ ആത്മമണ്ഡലത്തിൽ അവൻ കാണുന്നത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ്. ആ സ്ഥലത്തിന് അവൻ പേര് മാറ്റിയിടത്തക്ക രീതിയിൽ അവൻ ആത്മീയ കണ്ണുകൾ തുറന്നവനായിട്ടാണ് മുന്നോട്ട് ചലിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, രാത്രിയിൽ കിടക്കയിൽ എന്റെ കണ്ണുനീരിനെ ഒഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കിടക്കകൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും അതുപോലെ ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞ ഭാഗങ്ങൾ മാത്രമല്ല, മറിച്ച് ദൈവിക ഇടപെടലുകളുടെ ഇടങ്ങൾ കൂടെയാണെന്ന് നാം മറന്നു പോകരുത്. ദൈവിക ഇടപെടലുകളുടെ ഇടം. ദൈവം നാം ഉറങ്ങുമ്പോഴത്തേക്ക് സ്വപ്നങ്ങൾ നൽകിയേക്കാം, രാത്രികളിൽ ഗീതങ്ങൾ നൽകിയേക്കാം. രാത്രി സമയത്തും എന്റെ ഹൃദയം പാട്ടുപാടിക്കൊണ്ടിരിക്കും എന്ന സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രാത്രികൾ എന്ന് പറയുന്നത് വേദനകളുടെയും ഏകാന്തതകളുടെയും നഷ്ടബോധങ്ങളുടെയും തീരുമാനം തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്ന മേഖലകളുടെയും ആണ് എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ബെഡ്റൂമുകൾ, നിങ്ങളുടെ കിടക്കകൾ ദൈവവുമായിട്ട് നിങ്ങൾ എൻഗേജഡ് ആകുന്ന സ്ഥാനങ്ങളാക്കി മാറ്റണം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ, ദൈവം നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ദർശനങ്ങൾ നൽകി തരുന്നതായ ഭാഗങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള പദ്ധതികൾ നിങ്ങളിലേക്ക് കൈമാറുന്ന സ്ഥാനങ്ങളാക്കി കിടക്കകളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റൊരു ചിന്ത ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതിന്റെ 17-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തെ കുറിച്ചാണ്. എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, എന്നെ കുറിച്ച് നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. എന്നെ കുറിച്ച് വിചാരപ്പെടുവാൻ ആരുമില്ല എന്ന് പറഞ്ഞാണ് ദാവീദായിരിക്കുന്നത്. എന്റെ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾ എവിടെയൊക്കെയോ കുറച്ച് ഞാനെന്ന് പൊങ്ങി വരുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവരെന്നെ ഡിസ്കറേജ് ചെയ്തവരാണ്. ദാവീദിന്റെ സഹോദരങ്ങളെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. 1 ശമൂവേൽ 17-ാം അധ്യായത്തോടെ ഏകദേശം അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് കുറെ സ്നേഹിതന്മാരുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ചില ശമൂവേലിനെ പോലെയുള്ള ചില പ്രവാചകന്മാരുണ്ട്, ചില പുരോഹിതന്മാരുണ്ട്. വളരെ ചുരുക്കം ആളുകൾ മാത്രമുള്ളപ്പോഴത്തേക്ക് ദാവീദിന് പറയുവാൻ സാധിക്കും, എന്നെ കുറിച്ച് വിചാരപ്പെടുവാൻ. അവൻ ഇങ്ങനെ ആയെങ്കിൽ, അവൻ അങ്ങനെ ആയെങ്കിൽ, അവനൊന്ന് ആഹാരം കഴിച്ചുവോ, അവനൊന്ന് ഉറങ്ങിയോ എന്ന് പോലും ചിന്തിക്കുവാൻ എന്റെ വീട്ടിൽ പോലും ആരുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വചനത്തിനകത്ത് അങ്ങനെ എഴുതി വയ്ക്കുന്നതിന് പകരം ദാവീദ് പറയുകയാണ്, എന്റെ ദൈവമേ, അവരൊന്നും വിചാരപ്പെടുന്നില്ലായിരിക്കും, എനിക്കതൊന്നും നിസ്സാരമായ കാര്യമാണ്. കാരണം എന്നെ കുറിച്ച് അങ്ങ് വിചാരപ്പെടുന്നു. എന്നെ കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, അത് ഘനമേറിയതാണ്. 2, അവയുടെ ആകത്തുക എന്ന് പറയുന്നത് വലിയതാണ്. നിങ്ങളെല്ലാവരും മറന്നു കളഞ്ഞു എന്ന് വിചാരിക്കുന്നുവോ? നിങ്ങൾ ആരും വിളിക്കുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സഹോദരിമാർ പറയാറുണ്ട്, എന്നെ എല്ലാവരും നെഗ്ലക്ട് ചെയ്യുകയാണ്, എന്റെ വീട്ടിൽ ഞാനൊരു മെഷീൻ പോലെയാണ്. സഹോദരന്മാരെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞേക്ക് ഞങ്ങളൊരു ATM മെഷീൻ പോലെയാണെന്ന്. മനുഷ്യർ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ സാഹചര്യം മാറുമ്പോഴത്തേക്ക്, ആരോഗ്യം ക്ഷയിക്കുമ്പോഴത്തേക്ക്, നമ്മുടെ സാമ്പത്തിക നിലവാരത്തിൽ ചില വിഷയങ്ങൾ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക്, അതുമല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കാലഘട്ടത്തിൽ നാം അഭിമാനമായിരുന്നിരിക്കാം. പക്ഷേ ആ കാലഘട്ടങ്ങൾ മാറി മറിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അവർ മറന്നു കളഞ്ഞേക്കാം. നമ്മെക്കുറിച്ച് അവർക്ക് വിചാരങ്ങൾ ഇല്ലാതെ പോയേക്കാം. നമ്മെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങൾ അതാ തകർന്നു പോയി എന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങളെയും എന്നെയും മെനഞ്ഞവനായ ദൈവം അമ്മയുടെ പിണ്ണാകാരത്തിലായിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് പദ്ധതികൾ ഉണ്ടാക്കുകയോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തവനായ ദൈവം, ആ ദൈവം നമ്മുടെ കഷ്ടതയിലും നമ്മെക്കുറിച്ചുള്ളതായ പ്ലാനുകളിലും പദ്ധതികളിലുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വചനമാണ് ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിലുള്ള ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ അത് സുന്ദരമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? എന്നെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള ഒട്ടനവധി പ്രവചന ശബ്ദങ്ങളുണ്ട്. എന്നെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ളതായ ഒട്ടനവധി ദർശനങ്ങളുണ്ട്. പല പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയായിരിക്കുന്നു എങ്കിൽ, ഞാനും എന്റെ ദൈവവുമായിട്ട്
ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വിശ്വസ്തയായിരിക്കുന്നു എങ്കിൽ, ദൈവം എന്റെ കൂടെ ഇരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നു എങ്കിൽ, ആ വചനം എന്റെ ജീവിതത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ വചനത്തിന് വേണ്ടി, ആ ദർശനത്തിനെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് പറഞ്ഞതായ ദർശനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മനുഷ്യന്റെ സഹായം ആവശ്യമില്ല, ഒരു നേതാവിന്റെ സഹായം ആവശ്യമില്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ദൈവം ദർശനം കൊടുത്തിട്ടുണ്ടോ, ദൈവം ഒരു പ്രവചന ശബ്ദം ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ദൈവം ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, തക്ക സമയമാകുമ്പോഴത്തേക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അതിനെ എത്തിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുവരെ സീനറിയിലില്ലാത്ത, അതുവരെ ചിത്രത്തിലില്ലാത്ത ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. അത് പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരും. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന് മന്ത്രിയായിരുന്നവനാ. ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിന് മന്ത്രിയായിട്ട് മാറാറുണ്ട്. കർത്താവെ അത് ഇങ്ങനെ ചെയ്തു തരണം, കർത്താവെ അത് അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളെ കുറിച്ച് ദൈവം ചിലത് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ കുറിച്ച് ദൈവം ചിലത് ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ, ആ ചിന്തകളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം തന്നെ പ്രവർത്തിച്ചു കൊള്ളും. ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ചലിക്കുന്നതാണ്, ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്നാൽ മാത്രം മതി. ഹവക്കൂക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത്, അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം. അല്ലാതെ അതിനെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ കെമിസ്ട്രിയൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചേർക്കാറുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് കാറ്റലിസ്റ്റ് ചേർത്ത് കഴിഞ്ഞാല് ആ രാസപ്രവർത്തനം വളരെ വേഗത കൂടും, വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ കഴിയാം. ഒരു ആത്മാ തലത്തിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ്റലിസ്റ്റും വേണ്ട. അവൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ മതി. ദൈവത്തിന്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ ഘനമേറിയ ദൈവപ്രവൃത്തികൾ തക്ക സമയത്ത് അത് നിറവേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എനിക്കായി ഒരു വിചാരവുമില്ലയോ കർത്താവേ, എനിക്കായി ഒരു പദ്ധതിയുമില്ലയോ കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ഒന്നും കരുതിയിട്ടില്ലയോ കർത്താവേ എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. അത് നിസ്സാരമായതല്ല. അത് ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദിന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ഒരു ഇടയനായിരുന്നു. ഇശായി നോക്കുമ്പോഴത്തേക്ക് ഇളയപുത്രൻ അവനൊരു ഇടയനാണ്. എന്നാൽ ദൈവം നോക്കുമ്പോഴത്തേക്ക് ഇശായിയുടെ ഭവനത്തിനകത്ത്, ശമൂവേലിനോട് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ഇശായിയുടെ ഭവനത്തിനകത്ത് ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇശായി കണ്ടത് ഇടയനെയായിരുന്നു, എന്നാൽ ദൈവം കണ്ടത് ദാവീദിനെയായിരുന്നു. ആരുടെ ദർശനമാണ് നിറവേറപ്പെട്ടത്? ഒരു കാലഘട്ടം വരെ ഇശായിക്ക് ദാവീദിനെ ഒരു ഇടയനാക്കി നിർത്തുവാൻ കഴിഞ്ഞു, അവന്റെ സഹോദരന്മാർക്ക് ഒരു ഇടയനാക്കി നിർത്തുവാൻ കഴിഞ്ഞു. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം എന്താണോ വിചാരിച്ചത്, ദൈവിക പദ്ധതി എന്തായിരുന്നോ അതിലേക്ക് കയറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 4 കാര്യങ്ങളാണ് ഈ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ സമയത്തിനകത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. 1, എന്നെ നന്നായി അറിയുന്നവനായ ദൈവം, എന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം, എന്റെ ചിന്തകളെ അറിയുന്ന ദൈവം, എന്റെ പ്രവൃത്തികളെ അറിയുന്ന ദൈവം. 2, എന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. ഏത് സാഹചര്യത്തിലായാലും, ഞാൻ നല്ല അവസ്ഥയിലായാൽ, സ്വർഗത്തിലായാൽ, ഞാൻ ഏറ്റവും മോശം അവസ്ഥയിലായാൽ, പാതാളത്തിലായാൽ, ഞാൻ ദൈവത്തെ വിട്ട് അകന്ന് അങ്ങേ അറ്റത്ത് ദൂരത്ത് പോകുന്ന സമുദ്രത്തിന്റെ അറ്റത്ത് നിൽക്കുന്നത് പോലുള്ള അവസ്ഥയിലായാൽ, അങ്ങനെ ആയാലും ദൈവം എന്റെ കൂടെയുണ്ട്. എന്നെ ഒരുപക്ഷെ ഇരുട്ട് മൂടി കളഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം പോലും ഇല്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക്, ആരും എന്റെ ചുറ്റും നിൽക്കുന്നതായി എനിക്ക് തോന്നാത്തതായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കയറി ചെന്നാലും, എന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്. അടുത്തതായി നാം ചിന്തിച്ചത്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എന്നെ കണ്ടവനായ ദൈവത്തെ കുറിച്ചാണ്. ആ ദൈവം എന്താണ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ? ആ ദൈവം എന്നെ ശോധന ചെയ്യുന്നു. അവൻ എന്റെ ചിന്തകളെ ശോധന ചെയ്യുന്നു, അവൻ എന്റെ വാക്കുകളെ ശോധന ചെയ്യുന്നു, അവൻ എന്റെ നടപ്പുകളെ ശോധന ചെയ്യുന്നു, എന്റെ കിടപ്പുകളെ ശോധന ചെയ്യുന്നു. അകലെ ദിവസങ്ങളിൽ ദൈവം കിടക്കാൻ പോകുമ്പോഴത്തേക്ക് പറയണം, ദൈവം എന്നെ കാണുന്നുണ്ട്. ഒരു വഴിക്കിറങ്ങുമ്പോഴത്തേക്ക് പറയണം, ദൈവം എന്റെ കൂടെയുണ്ട്. വിജയശ്രീലാളിതരായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ദൈവത്തിന്റെ 2ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്, അവൻ എനിക്കായി വിചാരപ്പെടുന്നു. അവന്റെ വിചാരങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. മനുഷ്യന്റെ പദ്ധതികൾ, മനുഷ്യൻ എനിക്ക് തരുന്ന വാക്കുകൾ, മനുഷ്യൻ എനിക്ക് തരുന്നതായ പ്ലാനുകളെല്ലാം, അവർ പറയുന്നതായ കാര്യങ്ങളെല്ലാം
സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് എല്ലാ സാഹചര്യവും കൂടെ കൂട്ടിച്ചേർത്ത് എന്നെ ആ ദൈവിക പദ്ധതിയിലേക്ക് എത്തുന്നതാണ്. എന്റെ ജീവിതത്തിൽ ചിലതൊക്കെ മാറി മറിഞ്ഞു എന്ന് എനിക്ക് തോന്നിയേക്കാം. നിങ്ങളെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്ന് ഉപയോഗിക്കണമല്ലോ. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ചിലതൊക്കെ അയ്യോ അന്ന് അങ്ങനെ നടക്കുമായിരുന്നു സഹോദരിയെ, ഇനി എനിക്ക് പ്രതീക്ഷയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യം അത് അവധിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ദാവീദ് ഒരു സമർപ്പണത്തെ ചെയ്യുകയാണ്. നമുക്ക് കാണുവാൻ കഴിയുന്നത് 23, 24 വചനഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ദാവീദ് പറയുകയാണ്, ഞാന് ഇങ്ങനെയൊക്കെ ആണല്ലോ ദൈവമേ, അങ്ങ് ഇങ്ങനെയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാനിതാ എന്റെ ജീവിതത്തെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണം, എന്റെ അറിവുകളെ ശോധന ചെയ്യണം, എന്നെ പരീക്ഷിക്കണം. വ്യസനത്തിനുള്ള മാർഗങ്ങൾ, വഴികളെ ശോധന ചെയ്ത് വ്യസനത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ ഉണ്ടോ എന്ന് എന്റെ ജീവിതത്തിൽ നോക്കി എന്നെ സമാധാന മാർഗത്തിൽ, ശാശ്വത മാർഗത്തിൽ നടത്തണമെന്ന് പറയുകയാണ്. ദൈവം ആരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നങ്ങൾ നീങ്ങിപ്പോകാനായിട്ട് നാം പ്രാർത്ഥിക്കുകയില്ല. നമ്മെ എതിർക്കുന്ന വ്യക്തികളെ അയ്യോ അവരെയൊക്കെ അങ്ങ് നശിപ്പിക്കണമേ എന്ന് നാം പറയുകയില്ല. പ്രതികാര ചിന്തയോ മത്സര മനോഭാവമോ അല്ലെങ്കിൽ അസൂയയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. മറിച്ച് എങ്ങനെ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാം, എങ്ങനെ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന ഒരു നിലവാരത്തിലേക്കായിരിക്കും നാം എത്തുന്നത്. അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തുമ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദാവീദിനെ പോലെ ദൈവസന്നിധിയില് നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവെ, എന്റെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത എന്തെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്ത കർത്താവിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് തടയുവാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ എന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അങ്ങ് അതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഈ സങ്കീർത്തനം എഴുതപ്പെട്ടതായ സങ്കീർത്തനക്കാരനെ പോലെ വലിയ ഉന്നതമായ നിലവാരത്തിലേക്ക് എന്റെ ദൈവം എനിക്ക് വേണ്ടി വിചാരിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തുവാനല്ല, എന്റെ ദൈവത്തിന്റെ വിചാരങ്ങൾ എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ, ചില കാര്യങ്ങൾ ഞാൻ അത്ഭുതമേറിയത് കണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ, എനിക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കി എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീരാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, പതിവിന് വിരുദ്ധമായി കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങയെക്കുറിച്ച് അങ്ങും ഒരു ഭക്തനും തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി നൽകിയതായ അവസരത്തിനായി സ്തോത്രം. അങ്ങയെക്കുറിച്ച് കേൾക്കുന്നത് പോലെ, അങ്ങയെക്കുറിച്ച് പഠിക്കുന്നത് പോലെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നിനും പ്രാധാന്യമില്ലല്ലോ, അതാണല്ലോ ഏറ്റവും വിലയേറിയത്. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ആ സത്യം അറിഞ്ഞിരിക്കുന്നു. കർത്താവെ, ആ സത്യം ഞങ്ങളുടെ ജീവിതങ്ങൾ മേൽ അത് അങ്ങനെ വെളിപ്പെട്ട് വരുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്നതായ സഹോദരങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കുറിച്ചുള്ളതായ അങ്ങയുടെ അവിചാരങ്ങൾ, അവർ ആയിരിക്കുന്ന മേഖലകൾ ഏതായാലും കർത്താവ് ഏത് കഷ്ടതയുടെ കഠിന അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുവെങ്കിൽ, നിരാശയുടെ അങ്ങേ കയത്തിലാണ് അവർ ആയിരിക്കുന്നത്, അവിടെയും അവരോടുകൂടെ ഇരിക്കുന്ന ദൈവം കർത്താവെ അവരെ വിടുവിച്ച് അവരെ കർത്താവെ കരകയറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതങ്ങൾ കാണുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ കാര്യം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരായ എല്ലാവർക്കും അനുഗ്രഹമായി മാറും. സകല മഹത്വം അവിടത്തേക്ക്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ പ്രിയ സഹോദരൻ ഷൈജിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു.